ഇറങ്ങാൻ വരും. ഡ്രസ്സിംഗ് റൂമാ ഉണ്ണി ക്യാപ്പ് ഇടണം. എവിടെ ഉണ്ണി ആ പടം പിടിച്ചില്ലേ? നോക്കിട്ടാ പിടിച്ചേർക്ക്. അവനറിയാം എങ്ങനെയല്ലല്ലോ ടീച്ചർ പഠിപ്പിച്ചെന്നുള്ളത്. എങ്ങനെയാ ബാക്ക് തിരിഞ്ഞല്ലേ ഇറങ്ങണ്ടേ? മറന്നാ സ്വിമ്മിങ് ടീച്ചർ കാണണ്ട. ഞാൻ ഡ്രസ് ചെയ്തിട്ട് വരെ ഞാൻ ഇറങ്ങണ്ടേ? സമയം അവര് നോക്കിക്കോളൂ. അത് ബേജാറാണ്ട്. മൂന്ന് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ മാക്സിമം എക്സ്റ്റൻഷൻ, രണ്ടാമത്തെ കാര്യം പോവാണ്. അമ്പോ അത്യാവശ്യം വലുപ്പുണ്ടാ. നീന്തടാ, നീയല്ല നീന്തൽ പഠിച്ചാള്. എനിക്കറിയില്ലട്ടോ നീന്താന്. കൊറേ ഉണ്ടല്ലേ? അയ്യോ അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരണ്ട. ഉണ്ണി ബാപ്പ വെള്ളത്തിനടി കൂടെ നീന്തുണ്ട്. ഒരാള് വെള്ളത്തിലിറങ്ങിയ മസിൽ കേറുന്നു പറഞ്ഞിട്ട് ഇറങ്ങാട് നിക്കായിരുന്നു. കേറിയാ അപ്പൊ ഉണ്ണിയുടെ വിഷമം കണ്ടിട്ട് വാപ്പ ഇറങ്ങി. ഞാൻ പറഞ്ഞു പൊളിച്ചീടാ, ഞാൻ പറഞ്ഞു പൊളിച്ചി. ഫാമിലക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സാൻവി സ്വിമ്മിംഗ് ക്ലബ് ഉണ്ട്. അപ്പൊ അവിടെ ജസ്റ്റ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ദിവസം വന്നു നോക്കി. എനിക്ക് നീന്തലൊന്നും അറിയില്ല കേട്ടാ. കുറച്ച് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്, പക്ഷെ കാര്യമായിട്ട് ഉണ്ടായില്ല. ഒരു 8 ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പൂളാണ്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് എന്താ പറയുക, നമുക്കിവിടെ സ്വിമ്മിങ് പ്രാക്ടീസിനൊക്കെ വരാം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചത്, പക്ഷെ ആരും ഇല്ല. അപ്പോൾ അത് കാരണം ആരും ഇല്ലെങ്കിൽ ഇറങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഈവനിങ്ങിൽ കുട്ടികൾ സ്ഥിരമായിട്ട് പ്രാക്ടീസിന് വരുന്നവര് 2 കുട്ടികളുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ കുറേ കുട്ടികൾ 4 മണി മുതൽ 7 മണി വരെയൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസിന് വരാറുണ്ട്. അപ്പോൾ തോന്നി ഇന്ന് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി വേഗം ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. 1 മണിക്കൂറാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. 1 മണിക്കൂറിന് ഉച്ചയ്ക്ക് മുൻപാണെങ്കിൽ 2 മണിക്ക് മുൻപാണെങ്കിൽ 100 റുപ്പീസാണ്. 2 മണിക്ക് ശേഷം ഈവനിങ് ടൈം ആണെങ്കിൽ 150 റുപ്പീസാണ്. അപ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാം എന്താ പറയുക, ഫുൾ സെറ്റപ്പിൽ വേണം വരാനായിട്ട്. നമ്മുടെ കയ്യിൽ സ്വിമ്മിംഗ് പൂളിൽ ഇടുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കണം. അതായത് ക്യാപ്പ്, അതുപോലെ നൈലോൺ ടൈപ്പ് പാൻസോ ട്രൗസേഴ്സോ ജേഴ്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടോ കയ്യിൽ കൊണ്ടുവരേണ്ടതായിരിക്കും. ക്യാപ്പ് ഇവിടുന്ന് കിട്ടും, റെന്റിന് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ. ഞാനൊരു ടീഷർട്ട് എനിക്ക് അറിയായിരുന്നു. ഇപ്പോൾ എൻ്റെ അങ്ങനത്തെ ജേഴ്സി ഇല്ല, അങ്ങനത്തെ ഒരു ജേഴ്സി നൈലോൺ ടൈപ്പ് ടീഷർട്ട് ഇല്ലാത്തത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് എടുത്തു. അപ്പോൾ അതങ്ങനെ നനഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ പാൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊള്ളാം, അത്യാവശ്യം നല്ല ആഴുണ്ട്. ഈ ഒരു സൈഡിൽ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് കുട്ടികൾക്ക് നിൽക്കാം, മോനിക്കൊക്കെ നിൽക്കാം. പക്ഷെ അപ്പുറത്തെ ഭാഗം മിക്കൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് അവരൊറ്റത്തേക്ക് പോകും തോറും
എന്താ ആഴം കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പവും വീതിയൊക്കെയുള്ള നല്ല അടിപൊളി പൂളാണ്. ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണം, നമ്മൾ എൻജോയ് ചെയ്യാൻ പോകണല്ലേ. 1 hour ഞങ്ങളിവിടെ സ്വിമ്മിങ് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അയ്യോ, ഞാൻ ഇവിടെ സെന്റർ വരെ എത്തി. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നല്ല പേടി. ഇത്ര വെള്ളമായി എന്റെ. ഞാനിപ്പോ ഇവിടെ കിടന്ന് ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയാണ്. അറ്റം വരെ പോയി എനിക്ക് നീന്താൻ അറിയില്ല. അതോടെ ഞാൻ തിരിച്ചു നടക്കാണ് ഗൈസ്. പേടിയാവുണ്ട് കുറച്ച്. ആ അറ്റത്തേക്ക് പോയോക്കാം നമുക്ക്. അത്യാവശ്യം ആഴുണ്ട് ട്ടാ. ഈ ഒരു സൈഡില് ആഴം കുറവാണ്. അത് കഴിഞ്ഞ് ഈ ഒരു സെന്ററിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ആഴമുണ്ട്. അറ്റത്തുമ്പോൾ നല്ല ആഴമുണ്ട്. അത് കാരണം റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോണില്ല. തിരിഞ്ഞു തിരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു. തുള്ളി 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 കളിക്കാം. നല്ല അറ്റത്ത് കൊണ്ടുപോ. കൈ പിടിച്ചിട്ട് പുറത്തുറ പറ്റില്ല. ഇത് നിക്ക് നിക്ക് നിക്ക്. എല്ലാരും കൂടി കെട്ടി പറഞ്ഞു വീണ. എനിക്ക് മുങ്ങാൻ വയ്യ. കൊള്ളാല്ലേ? കൊള്ളും കൊള്ളും. മൂക്കിലൊക്കെ പോയിട്ടാ പ്ലീസ്. എനിക്ക് ക്യാമറ ഒക്കെ പൊതിഞ്ഞു. ഇവിടെ പടിയൊന്നുമില്ല. അയ്യോ, ഞാൻ ഞങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടോ അതിന് ഉമ്മാക്ക് നടന്നു വരാൻ പറ്റില്ല. ഉമ്മ മുങ്ങിപ്പോ. ഉമ്മക്ക് നീന്താ അറിയില്ല. കാണില്ല. ഇവിടെ നിന്നോണ്ട്. ഇവിടെ കുഴപ്പമില്ല. മുക്കരുത് പ്ലീസ്. പേടി മീൻസ് ചെലപ്പോ വഴിക്ക് വീണാലോ. അയ്യോ ചേട്ടാ, വലിയൊരു പഠിപ്പിച്ചരോ? അപ്പൊ ഫ്രണ്ട്സ്, ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ചന്ദ്രാപ്പിനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് അലുവത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റ് വരുന്നത്. പിന്നെ അവിടെ ഷവർ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അതുപോലെ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്വിമ്മിംഗ് കോച്ചിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് മെന്റേഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ കയറാൻ പോവാണ്. ഞങ്ങൾക്ക് ഇനി വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ സ്വിമ്മിങ് ഇവിടെ നിർത്താൻ പോവാണ്. ഒരു 45 മിനിറ്റ്സ് ഞങ്ങൾ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഫുള്ള് നനഞ്ഞ കളിയാ. കുടിക്കോളൂ.